നമസ്കാരം. എല്ലാ മനഃപ്രേക്ഷകർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ധാരാളം പേര് പ്രശ്നം വെക്കാൻ വരാറുണ്ട്. ധാരാളം പേര് പ്രശ്നം വെക്കാൻ വരുമ്പം ഇവരുടെ ഒരു 70% ആൾക്കാർക്ക് അവരുടെ പരദേവതയെ അറിയാം. ഒരു 30% ആൾക്കാർക്ക് പരദേവതയെ അറിയില്ല, അല്ലെങ്കിൽ പൂർവികർ പറഞ്ഞു കൊടുത്തിട്ടില്ല. പരദേവത ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ദോഷത്തിൽ പറയുന്ന ധർമ്മദേവതകൾ പ്രസാദിപ്പൂ കുളിർപ്പൂ തറവാടുകൾ എന്ന് പറയും. ധർമ്മദേവത പ്രസാദിച്ചെങ്കിൽ മാത്രമേ തറവാട്ടിലെ വീട്ടിലെ ഐശ്വര്യവും ഐക്യതയും സമാധാനം സന്തോഷവും ഒക്കെ ഉണ്ടാവുള്ളൂ. ദോഷത്തിന് പറയുന്നുണ്ട് ദേവേർവ ധർമ്മദേവേർവ പണിപിതൃ ബ്രാഹ്മണാം ശൈവഭൂതേ. അതായത് ദേവന്മാരുടെ പ്രീതി, പ്രത്യേകിച്ച് ധർമ്മദേവതയുടെയൊക്കെ പ്രീതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഴുന്നേറ്റം ഉണ്ടാകത്തുള്ളൂ. തറവാട്ടിലെ കുടുംബത്തിലെ നല്ല കാര്യങ്ങൾ, നല്ല മംഗളകരമായ കർമ്മങ്ങൾ നടക്കണം, നല്ല അനുഭവങ്ങൾ ഉണ്ടാവണം, നല്ലപോലെ എല്ലാവരും ഐക്യത വേണം, സമാധാനം, സ്വസ്ഥത, ധനം, ഇവയൊക്കെ നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയുടെ ആയാലും നല്ല സൽക്കർമ്മങ്ങളുടെ ആയാലും വഴിപാടുകളുടെ ആയാലും ഒക്കെ ഫലങ്ങൾ ഒരിക്കലും ഭഗവാൻ നമ്മളെ അല്ല ഏൽപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ ചെന്നു, അവിടെ ചെന്ന് നീ ഉദാഹരണം പറയാം, സ്വർണം കൊണ്ട് ലാഭാരം നടത്തിയാലും നീ സ്വർണം കൊണ്ട് ഭഗവാനെ മൂടിയെന്ന് പറഞ്ഞാൽ പോലും ആ ഫലം ഒരിക്കലും ഭഗവാൻ നിങ്ങളുടെ കയ്യിൽ തരില്ല. ആ അവസ്ഥ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ പരദേവതയെ ഏൽപ്പിക്കുകയുള്ളൂ. പരദേവതയെ ഏൽപ്പിക്കും. നമ്മളെ പരദേവതയെ പ്രസാദിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടുകയുള്ളൂ. നമുക്ക് ഒരു 50 കിലോമീറ്റർ ഒക്കെ അകത്തൊക്കെയാണ് നമ്മുടെ പരദേവതാ ക്ഷേത്രമെങ്കിൽ മാസത്തിൽ ഒന്ന് അല്ലെങ്കിൽ ഒന്നിരാടം മാസമെങ്കിലും നമ്മൾ പോയി ആചരിക്കണം. ക്ഷേത്രത്തിൽ ചെയ്യുന്ന എണ്ണയും തിരിയും വാങ്ങിച്ചു കൊടുത്താൽ എല്ലാം ആയില്ല. ഒരു ക്ഷേത്രത്തെ നമ്മൾ ചെല്ലുമ്പോഴും അവിടെ ഉപദേവന്മാരെ തൊഴുക, എന്നിട്ട് പ്രധാന ദേവതയെ തൊഴുത് ഒരു നേരത്തെ പൂജയും കണ്ടു തൊഴുന്ന ഏറ്റവും വിശേഷമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ശക്തി വെക്കുന്ന വഴിപാടുകൾ നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്. എണ്ണാതിരി, കർപ്പൂരം ഇവയൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ അർച്ചനകൾ എപ്പോഴും നമുക്കുള്ളതാവുള്ളൂ. ഭഗവാനെ അല്ലെ ഭഗവതിക്കാണെങ്കിൽ നിവേദ്യങ്ങൾ നമ്മൾ എന്തെങ്കിലും സമർപ്പിക്കണം. ആ നിവേദ്യങ്ങൾ മാല, ഉടയാട, നെയ്യ് ഒക്കെ പ്രാധാന്യമാണ്. അർച്ചന, സഹസ്രനാമാർച്ചന, അഷ്ടോത്തരാർച്ചനയോ സൂക്തങ്ങളെ കൊണ്ട് അർച്ചനകളൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എത്ര പേരില്ല കുടുംബാർച്ചന വേണമെങ്കിൽ ചെയ്യാം. കുടുംബത്തിൽ എല്ലാവരുടെയും പേരിൽ നിന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ഈ പരദേവതയെ നമ്മൾ ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് വർഷത്തിൽ ഒരിക്കലെങ്കിലും പോയി ആചരിക്കണം. വർഷത്തിൽ ഒരിക്കലെങ്കിലും ആചരിക്കാത്ത പക്ഷം പരദേവതാ കോപം ഉണ്ടാവും. ദേവേർവ ധർമ്മദേവേർവ, ധർമ്മദേവന്മാരുടെ ഒക്കെ കോപം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ എന്തൊക്കെ ചെയ്തിട്ട് ചില പറയും ഞങ്ങൾ 24 മണിക്കൂറും ഭഗവാനെ വിളിക്കുക, എന്നും രാവിലെയും വൈകിട്ടും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്, എന്നും സഹസ്രനാമം ജപിക്കാറുണ്ട്, എന്നും അയലത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോവാറുണ്ട്, എന്നും ഗുരുവായൂർ പോകാറുണ്ട്, അല്ലെങ്കിൽ എന്നും മലയാളപ്പുഴ എന്നും ഉണ്ടക്കായിട്ട് പോകാറുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയൊക്കെ ഭഗവാനെ വിളിച്ചിട്ടും ഭഗവാൻ വിളി കേൾക്കുന്നില്ല എന്ന് പറയും. ചില പറയും എത്ര വിളക്ക് കത്തിച്ചിട്ടും വിളക്ക് ശോഭമായിട്ട് കത്തുന്നില്ല, പ്രാർത്ഥിക്കാൻ മനസ്സില്ല, മന്ത്രങ്ങൾ തെറ്റുന്നു, പ്രാർത്ഥിക്കാൻ നേരത്തെ ഉറക്കം വരുന്നു. ഇവയൊക്കെ പറഞ്ഞ പരദേവതാകോപം കൊണ്ടുണ്ടാവുന്ന. കാരണം അവരെ ആദ്യം പ്രസാദിപ്പിക്കണം നമ്മൾ. പരദേവതയെ പ്രസാദിപ്പിക്കുക എന്ത് ചെയ്തിട്ടും കാര്യമില്ല. വീട്ടിൽ എന്ത് മംഗളകാര്യങ്ങൾ നടക്കുമ്പോഴും പരദേവത, കുടുംബ പരദേവത, ദേശദേവത, ഗ്രാമദേവത, ഇവരെയൊക്കെ നമ്മൾ പ്രീതിപ്പെടുത്തണം. ഇപ്പം പരദേവതയെ അറിയാത്ത ആൾക്കാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പം പരദേവതയെ അറിയാൻ വയ്യാത്തവർ നമ്മൾ ആദ്യം നല്ലൊരു ആചാര്യനെ നമ്മുടെ ഭവനത്തിൽ കൊണ്ടുവന്നൊരു വെറ്റിലെ പ്രശ്നം അല്ലെ താമ്പൂല പ്രശ്നമായിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ കവടി പ്രശ്നമായിട്ട് നോക്കി കഴിയുമ്പോൾ നമ്മുടെ ചരിത്രം, നമ്മൾ ഏത് ദിക്കിന്ന് വന്നവരാണ്, നമ്മുടെ പൂർവിക ചരിത്രം നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഉദാഹരണം ഒരു ഗാന്ധിയുടെ കാര്യം പറയാ, നമ്മൾ മഹാത്മാഗാന്ധി, അങ്ങനെയുള്ള മഹാത്മാരുടെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്തുവാ, അവരുടെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ. അവരൊക്കെ അത്രയും മഹാന്മാരായിരുന്നു, എത്ര നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രം, നമ്മൾ ഏത് ദേശത്തും, കേരളം എന്ന് പറഞ്ഞ പരശുരാമൻ വഴി ഉണ്ടായതാണ്. അപ്പം നമ്മൾ ഏത് ദേശത്തു നിന്ന് വന്നവരാണ്, നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്, ആന്ധ്രയിൽ നിന്ന് വന്നവരാണോ, ഗോവയിൽ നിന്ന് വന്നവരാണോ, എവിടുന്ന് വന്നവരാണ്, നമ്മുടെ പരദേവതാ ക്ഷേത്രം കേരളത്തിൽ തന്നെ ആണോ, അത് കേരളത്തിന് പുറത്താണോ എന്നൊക്കെ താമ്പൂല പ്രശ്നമൊക്കെ എടുക്കുന്ന നല്ല ആചാര്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് വീട്ടിൽ വെച്ച് അങ്ങനെ താമ്പൂല പ്രശ്നം വെക്കാനുള്ള സാഹചര്യം ഇല്ല എങ്കിൽ ഒരു ആചാര്യന്റെ ആലയത്തിൽ, ജ്യോതിഷാലയത്തിൽ പോയിട്ട് നോക്കണം. പ്രശ്നമായിട്ട് നോക്കിയിട്ട് നമുക്ക് 4ാം ഭാവം കൊണ്ട് കുടുംബപരദേവത, 2ാം ഭാവം കൊണ്ട് കുടുംബമൊക്കെ ചിന്തിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഏത് ദിക്ക്, ഭഗവതിയാണോ അതോ മഹാദേവനാണോ സുബ്രഹ്മണ്യനാണോ അതോ ശാസ്താവാണോ, ആരാണ് നമ്മുടെ പരദേവത നമ്മൾ ആദ്യം കണ്ടെത്തണം. നമുക്ക് അവിടെ കണ്ടെത്തി അവിടെ പോയി ആചരിക്കണം. ഇത്രയും നാൾ നമ്മൾ ആചരിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ പണ്ട് ആചരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ആചരിക്കുന്നില്ല എങ്കിൽ, അത് നമ്മൾ കൊച്ചുകുട്ടികളായാലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ഷമ ചോദിക്കാൻ മടി വിചാരിക്കേണ്ടെന്ന് പറയും. ഒരു 3 വെറ്റില, ഒരു പാക്ക്,
11,400 രൂപ. 4 രൂപ 25 പൈസ മൂല്യം നമുക്കേ നഷ്ടപ്പെട്ടുള്ളൂ, ഭഗവാന് നഷ്ടപ്പെട്ടിട്ടില്ല. 25 പൈസ ഇല്ലെങ്കിൽ 25 പൈസ സങ്കല്പിച്ച് 1 രൂപയും കൂടെ വെക്കുക, അപ്പോൾ 12 രൂപയായി. അപ്പം നമ്മൾ സങ്കല്പിക്കേണ്ട 11,400 രൂപ അവിടെ സോപാനത്തിൽ സമർപ്പിച്ച് ഭഗവാൻ. അപ്പോൾ സ്ത്രീകളാണെങ്കിൽ അർദ്ധ നമസ്കാരവും പുരുഷന്മാരാണെങ്കിൽ പൂർണ്ണ നമസ്കാരവും ചെയ്ത് എന്ത് തെറ്റിയാലും ഭഗവാനെ പൂർണ്ണ നമസ്കാരം ചെയ്താൽ ഭഗവാൻ അതൊക്കെ പൊറുക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് നെൽപ്പറയിടുക. നെൽപ്പറയിട്ട് ഭഗവാന് പറഞ്ഞ പോലെ വിളക്ക്, മാലാ, നിവേദ്യം ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് പിന്നീട് മാസാചരണമായിട്ടോ വാർഷികാചരണമായിട്ടോ ചെയ്തു പോവുക. അപ്പോൾ നമുക്ക് ഈ ഇതൊന്നും കണ്ടുപിടിക്കുക, രാജാവിനെ പോയി കാണാൻ നമുക്ക് സാഹചര്യമില്ല, നമ്മൾ വിദേശത്താണ്, അല്ലെങ്കിൽ നമുക്ക് അടുത്തൊക്കെ നല്ല ജ്യോത്സ്യന്മാരൊന്നും ഇല്ല ഒക്കെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിത്യം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. നിത്യം വിളക്ക് കത്തിച്ച് പരദേവതയെ അറിയത്തില്ല, ഏത് വിധേന നമുക്കത് കിട്ടണം, ആ പരദേവതയെ കണ്ടെത്താൻ പറ്റുമെന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഇഷ്ടദേവതയാണ് പ്രാർത്ഥിക്കുക, നമുക്ക് ഇഷ്ടമുള്ള ദേവതയെ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഉപാസനാ ദേവത, അവരുടെ ജാതകം പരിശോധിക്കുമ്പോൾ 5-ാം ഭാവം 9-ാം ഭാവം കൊണ്ടൊക്കെയാണ് ഉപാസന ചിന്തിക്കുന്നത്. 5 മന്ത്രസ്ഥാനം, 9 ഉപാസനാ സ്ഥാനം. അതുകൊണ്ട് നമ്മൾ ആ ഉപാസനാ ദേവതയെ നല്ലോണം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഉപാസനാ ദേവത നമുക്ക് കണ്ടെത്തും നമ്മൾ പരദേവത ആരാണെന്ന്. നമുക്ക് 5 കാര്യങ്ങൾ, 5 രീതിയിലാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, സ്വപ്നം, ഇങ്ങനെ 5 രീതിയാണ് പറയുന്നത്. പ്രത്യക്ഷം നേരിട്ടുള്ള അറിവ്. അനുമാനിക്കുക, ഒരു പോക്ക വരുമ്പോൾ മുകളിൽ പുക വരുമ്പോൾ താഴെ തീ ഉണ്ടാവുന്ന അനുമാനിക്കുക. ഉപമാനം, വെറ്റിലയുടെ ഇല പോലെ കുരുമുളകിൻ്റെ ഇല, ഉപമാനം. ശബ്ദം, ഓൺലൈനിൽ നിന്ന് കിട്ടുന്നത്, പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നത്, വ്യക്തികൾ പറഞ്ഞു തരുന്നത്, ഇതൊക്കെ നമുക്ക് ഈ ശബ്ദം എന്നുള്ള ഗണത്തിലാണ് പെടുത്തുന്നത്. 5-മത് സ്വപ്നം, അതായത് ശില്പികളൊക്കെ അമ്പലത്തേക്കുള്ള ശില്പം പണിയുമ്പോൾ അവർ വ്രതമെടുത്ത് ഒരു നിലത്ത് പാവിരിച്ച് കിടക്കുക, ഒരിക്കലൂണ് ഒക്കെ അനുഷ്ഠിച്ച് അവർ ആ ഒരു ദീക്ഷയൊക്കെ എടുത്താണ് അവർ വിഗ്രഹം കൊത്തുന്നത്. അപ്പം ആ ഭഗവതി അല്ലെ ഭഗവാന്റെ രൂപം സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുടുംബക്ഷേത്രം അറിയാൻ വയ്യാത്തവർക്ക് ഈ പരദേവതയെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, അല്ലെ നമ്മുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ ഇഷ്ടദേവത ക്ഷേത്രം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നത്തിൽ ആ പരദേവത തന്നെ അത് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് പോയി ആചരിക്കാൻ പറ്റും. അപ്പോൾ 5 രീതിയിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അറിവ് കിട്ടുകയാണെങ്കിൽ പോയി ചെയ്യുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ആചാര്യനെ കൊണ്ട് പരദേവതയെ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് അത് ആചരിച്ചു പോകണം. ആചരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെൽഗതി ഉണ്ടാവും, സംശയമില്ലാത്ത കാര്യമാണ്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.